ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനിൽ ആശയവിനിമയം നടത്തും. യാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. പാലക്കാട്ടെ പര്യടനത്തിൽ പ്രകാശ് ജാവ്ദേക്കർ MP അതിഥിയാകും. രാജ്യത്തിന്റെ സംരംഭകത്വ വികസനത്തിൽ കേരളം നിർണായക പങ്ക് വഹിക്കുന്നെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. തീരദേശത്ത് പാർപ്പിട പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തീവ്ര ശ്രമം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സ് ആലപ്പുഴയിൽ തുടരുന്നു. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനുമേൽ വിജയം കൈവരിച്ചതിന്റെ വീരസ്മരണയിൽ രാജ്യത്ത് ഇന്ന് വിജയ് ദിവസ് ആചരണം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 347 റൺസിന്റെ കൂറ്റൻ വിജയം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ പദ്ധതികൾ എല്ലാ തലത്തിലുമുള്ള ജനങ്ങളിൽ എത്തുന്നത് ലക്ഷ്യമിട്ട് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. വൈകിട്ട് 4 മണിക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാകും പ്രധാനമന്ത്രി ഗുണഭോക്താക്കളുമായി ആശയവിനിമയം നടത്തുക. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, മിസോറാം സംസ്ഥാനങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിടും. കേന്ദ്രമന്ത്രിമാർ, MPമാർ, MLAമാർ എന്നിവർ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം തുടരുന്നു. ഉച്ചയ്ക്ക് ശേഷം മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി ഇന്ന് വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഉഴമലക്കൽ, തൊളിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തുന്നത്. ഉഴമലക്കലിൽ ഇപ്പോൾ പ്രചാരണ പരിപാടി പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 3 മണിക്കാണ് തൊളിക്കോട് പഞ്ചായത്തിലെ പരിപാടി നടക്കുന്നത്. ഇതോടൊപ്പം ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ ഉച്ചയ്ക്ക് ശേഷം 2:45 പരിപാടി. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം, സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ്, ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവയും നടക്കും. പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. 7 നഗരസഭകളിലായി 15 സ്ഥലങ്ങളിലാണ് യാത്ര എത്തുക. ഇന്ന് വൈകിട്ട് ചെർപ്പുളശ്ശേരി നഗരസഭയിൽ യാത്രയുടെ ആദ്യ സ്വീകരണം നടക്കും. ഇന്നുച്ചയ്ക്ക് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രകാശ് ജാവ്ദേക്കർ MP പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ മണ്ണാർക്കാട്, പട്ടാമ്പി, ചിറ്റൂർ, തത്തമംഗലം, ഒറ്റപ്പാലം, ഷൊർണൂർ, പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം നടത്തും. ആലപ്പുഴയിൽ തുറവൂരിലാണ് യാത്ര. വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളം ജില്ലയിൽ പൈങ്ങാട്ടൂർ ഗ്രാമപഞ്ചായത്തിലും പോത്താനിക്കാട് പഞ്ചായത്തിലും പര്യടനം നടത്തും. യാത്ര കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരി, പാപ്പിനിശ്ശേരി പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. കാസർഗോഡ് ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര വലിയ പറമ്പിലും പടന്നയിലും പര്യടനം നടത്തും. ഇടുക്കിയിൽ സങ്കല്പ് യാത്ര ഇന്ന് അടിമാലിയിലെത്തി. കൊല്ലത്തെ പവിത്രേശ്വരം, എഴുകോൺ പഞ്ചായത്തുകളിൽ പരിപാടികൾ സംഘടിപ്പിക്കും. മറ്റ് ജില്ലകളിലെയും ഗ്രാമീണ മേഖലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുമായി ബന്ധപ്പെട്ട പരിപാടികൾ തുടരുകയാണ്. രാജ്യത്തിന്റെ സംരംഭകത്വ മേഖലയുടെ വികസനത്തിൽ കേരളം നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആധുനിക കാലത്ത് വിവരസ്രോതസ്സുകൾ അനവധിയാണെന്നും അതിൽ നിന്ന് നമുക്ക് വേണ്ടത് വേർതിരിച്ചെടുക്കാൻ അറിയണമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഓരോ വിദ്യാർത്ഥികൾക്കും അനുയോജ്യമായ മേഖലകൾ തിരഞ്ഞെടുക്കുന്നത് ദേശീയ വികസനത്തിന് അനിവാര്യമാണ്. പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് എന്ന ആശയം പടുത്തുയർത്തുന്നതിൽ കേരളത്തിലെ യുവാക്കൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. There are immense scope for Kerala's own coastal area, Kerala's own spice, Kerala's own fintechs are your own. You are contributing immensely towards India's fintech industry. So with all these opportunities, India 2047 is in your hands to build. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന മണ്ഡല പര്യടന യാത്ര നവകേരള സദസ്സ് ആലപ്പുഴയിൽ തുടരുന്നു. തീരദേശത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പാർപ്പിടത്തിന്റേതാണെന്നും അത് പരിഹരിക്കാൻ സർക്കാർ തീവ്രമായി ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കായംകുളത്ത് പറഞ്ഞു. 12,104 വീടുകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ 7 വർഷത്തിൽ നിർമ്മിച്ചു നൽകിയത്. ആലപ്പുഴ ജില്ലയിലെ മണ്ണുംപുറത്ത് 204 ഫ്ളാറ്റുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്.
തിരുവനന്തപുരം ജില്ലയിൽ വലിയതുറയിലും വേളിയിലുമായി 2.37 ഏക്കർ ഭൂമി ലഭ്യമാക്കി 192 ഫ്ളാറ്റുകളുടെ നിർമ്മാണാനുമതിക്കുള്ള നടപടി പുരോഗമിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ നവകേരള സദസ്സിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ചെങ്ങന്നൂരിൽ ഗതാഗത നിയന്ത്രണം. ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷൻ മുതൽ സമ്മേളന നഗരി വരെ വാഹനങ്ങളൊന്നും അനുവദിക്കില്ലെന്നും അംഗപരിമിതർക്കും മറ്റ് ശാരീരിക അവശതയുള്ളവർക്കുമായി ചെറുവാഹനങ്ങൾ ക്രമീകരിക്കുന്നതായും ഔദ്യോഗിക പ്രസ്താവനയിൽ സർക്കാർ അറിയിച്ചു. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനുമേൽ വിജയം കൈവരിച്ചതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സൈനികരുടെ ധീരതയും അർപ്പണ മനോഭാവവും രാജ്യത്തിന് മാതൃകയാണെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആലപ്പുഴയിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞത് യൂണിഫോമിട്ട പോലീസുകാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനിക്ക് സുരക്ഷ ഉറപ്പാക്കുകയാണ് അംഗരക്ഷകർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ 2 വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കനത്ത സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി. പ്രതിഷേധം കണക്കിലെടുത്താണ് കനത്ത സുരക്ഷ. ക്യാമ്പസിലും ഗവർണറുടെ സഞ്ചാരപാതയിലും 100 കണക്കിന് പോലീസ് ഉണ്ടാകും. അതേസമയം പ്രതിഷേധക്കാരോട് സന്ധിയില്ലെന്നും വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും ഗവർണർ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് ഡിജിപിയുടെ വീട് കയറി മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഡിജിപി വസതിയിലുണ്ടായിരുന്നപ്പോഴായിരുന്നു പ്രതിഷേധം. വണ്ടിപ്പെരിയാർ കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ഇതേ തുടർന്ന് 5 മഹിളാ മോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിലെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ അഭിപ്രായങ്ങൾ വ്യക്തിപരം മാത്രമാണെന്നും മറുപടി പറയേണ്ടത് അദ്ദേഹമാണെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ കോവിഡ് ബാധിച്ച് ഒരാൾ മരിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം. പാനൂർ നഗരസഭയിലെ 1-ാം വാർഡിലാണ് കോവിഡ് മരണം. KP മോഹൻ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പാക്കിയ സംരംഭക വർഷം പദ്ധതിയുടെ വിജയത്തിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ 2-ാം ഘട്ട പദ്ധതിയുമായി വ്യവസായ വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ആകാശവാണി പ്രതിനിധി P ജഗന്നിവാസൻ. സംരംഭക വർഷം പദ്ധതിയുടെ മാതൃകയിൽ ഇത്തവണ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ചും സംരംഭക സാധ്യതകളെക്കുറിച്ചും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിൽ മുഴുവൻ ബോധവൽക്കരണം നടത്തി. ബോധവൽക്കരണം പൂർത്തിയായതിനു ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേളയും ആരംഭിച്ചു. മഞ്ചേശ്വരം, കുമ്പള, പുത്തുകൈ പഞ്ചായത്തുകളിലും കാസർഗോഡ് നഗരസഭയിലും മേള പൂർത്തിയാക്കി. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിൽ നടത്തുന്ന മേളയിൽ സംരംഭകർക്ക് ആവശ്യമുള്ള ലോൺ ലഭ്യമാക്കാനും ലൈസൻസ് നേരിട്ടെടുക്കാനും സബ്സിഡി അപേക്ഷകൾ സ്വീകരിക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 45,840 രൂപയും ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 5,730 രൂപയുമാണ് ഇന്നത്തെ വില. ഇംഗ്ലണ്ടിനെതിരെ മുംബൈയിൽ നടന്ന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ വനിതകൾക്ക് 347 റൺസിന്റെ വൻ വിജയം. 479 റൺസ് എന്ന റെക്കോർഡ് വിജയലക്ഷ്യം മുന്നോട്ട് വെച്ച ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് 131 റൺസിന് പുറത്താകുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരം. വൈകിട്ട് 5:30 നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FC ജംഷഡ്പൂർ FCയെയും മുംബൈ സിറ്റി രാത്രി 8 ഈസ്റ്റ് ബംഗാളിനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനിൽ ആശയവിനിമയം നടത്തും. യാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. പാലക്കാട്ടെ പര്യടനത്തിൽ പ്രകാശ് ജാവ്ദേക്കർ MP അതിഥിയാകും. രാജ്യത്തിന്റെ സംരംഭകത്വ വികസനത്തിൽ കേരളം നിർണായക പങ്ക് വഹിക്കുന്നെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. തീരദേശത്ത് പാർപ്പിട പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തീവ്ര ശ്രമം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സ് ആലപ്പുഴയിൽ തുടരുന്നു. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനുമേൽ വിജയം കൈവരിച്ചതിന്റെ വീരസ്മരണയിൽ രാജ്യത്ത് ഇന്ന് വിജയ് ദിവസ് ആചരണം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 347 റൺസിന്റെ കൂറ്റൻ വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.